നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സന്ധിവാതത്തെക്കുറിച്ചാണ്. സന്ധിവാത ചികിത്സയിൽ വേദനസംഹാരികൾ വില്ലനാകുമ്പോൾ സ്വയം ചികിത്സ അപകടങ്ങൾ കൂട്ടാറുണ്ട്. പലപ്പോഴും വേദനകൾ വരുമ്പോൾ സ്വന്തമായി പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതാണ് കൂടുതലും കാണാറ്. ഇന്നത്തെ തലമുറ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികളിലൊന്നാണ് സന്ധിവാതം. മുൻകാല വാർദ്ധക്യ സഹജമായ രോഗമായി കണക്കാക്കപ്പെട്ടിരുന്ന സന്ധിവാതം ഇന്ന് യുവാക്കളെയും പ്രൊഫഷണലുകളെയും ഒരുപോലെ കീഴ്പ്പെടുത്തുന്നു. എന്നാൽ ഇതിനേക്കാൾ ആശങ്കാജനകം ഈ വേദനകളെ നേരിടാൻ മലയാളികൾ അവലംബിക്കുന്ന സ്വയം ചികിത്സാ രീതികളാണ്. സന്ധികളിലെ വേദനയ്ക്ക് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന വേദന സംഹാരികൾ താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും അവ ശരീരത്തിനുള്ളിൽ വരുത്തിവെക്കുന്ന വിന ചെറുതൊന്നുമല്ല. നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ വേദന സംഹാരികൾ രോഗത്തിനുള്ള ചികിത്സയല്ല, മറിച്ച് രോഗലക്ഷണങ്ങളെ താൽക്കാലികമായി നിയന്ത്രിക്കാൻ മാത്രമാണെന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. പ്രാരംഭ ലക്ഷണങ്ങൾ. സന്ധിവാതത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ ഉചിതമായ ചികിത്സ തേടുകയാണ് വേണ്ടത്. താഴെ പറയുന്ന ലക്ഷണങ്ങൾ അവഗണിക്കരുത്. ചലിക്കുമ്പോഴോ അല്ലാതെയോ കൈകാലുകളിലെ സന്ധികളിലും ഉണ്ടാകുന്ന കഠിനമായ വേദന, ഉറക്കമുണരുമ്പോൾ സന്ധികൾ ചലിപ്പിക്കാൻ സാധിക്കാത്ത വിധം അനുഭവപ്പെടുക, കടുപ്പവും അസ്വസ്ഥതയും അനുഭവപ്പെടുക, സന്ധികൾക്ക് ചുറ്റും നീർക്കെട്ടുണ്ടാവുകയും ആ ഭാഗത്ത് തൊടുമ്പോൾ ചൂടും ചുവപ്പും അനുഭവപ്പെടുകയും ചെയ്യുക, കൈകൾ മടക്കാനോ നടക്കാനോ പടികൾ കയറാനോ മുൻപത്തെ പോലെ സാധിക്കാതെ വരിക, സന്ധിവേദനയോടൊപ്പം ശരീരത്തിന് പൊതുവായി അനുഭവപ്പെടുന്ന അമിത ക്ഷീണവും നേരിയ പനിയും. കാരണങ്ങളും സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളും. സന്ധിവാതം പലതരത്തിലുണ്ടെങ്കിലും അവയുടെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. തരുണാസ്ഥികളുടെ തേയ്മാനം. സന്ധികൾക്കിടയിലെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്ന തരുണാസ്ഥികൾക്ക് പ്രായമേറുന്തോറും തേഞ്ഞുതീരുന്ന അവസ്ഥ. പ്രതിരോധ സംവിധാനത്തിലെ വ്യതിയാനം. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥ തന്നെ സന്ധികളിലെ കോശങ്ങളെ ശത്രുവായി കരുതി ആക്രമിക്കുന്നു. ആധുനിക ജീവിതശൈലി. വ്യായാമമില്ലായ്മ, അമിതമായ ശരീരഭാരം, സന്ധികൾ കേൾക്കുന്ന പരിക്കുകൾ, കമ്പ്യൂട്ടറിന് മുന്നിൽ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരിക്കുന്നത് എന്നിവ രോഗസാധ്യത ഇരട്ടിയാക്കുന്നു. ജനിതക ഘടന. കുടുംബത്തിൽ ആർക്കെങ്കിലും സന്ധിവാതത്തിൻ്റെ പശ്ചാത്തലമുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്കും ഇത് വരാൻ സാധ്യതയുണ്ട്. സന്ധിവാത രോഗങ്ങളിൽ, പ്രത്യേകിച്ച് വേദന സംഹാരികൾ പതിവായി ഉപയോഗിക്കുന്നവരിൽ ലക്ഷണങ്ങൾ പരസ്പരം മനസ്സിലാകാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാകാറുണ്ട്. ഇവിടെ ശരീരത്തിലുണ്ടാകുന്ന തീവ്രമായ നീർക്കെട്ടും വേദന സംഹാരികൾ മൂലമുണ്ടാകുന്ന ആമാശയ അസ്വസ്ഥതകളും തമ്മിൽ വേർതിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആക്റ്റീവ് ഇൻഫ്ലമേഷൻ. ഇത് രോഗത്തിൻ്റെ തീവ്രാവസ്ഥയെ കാണിക്കുന്നു. പ്രതിരോധ സംവിധാനത്തിൻ്റെ തകരാറുകൾ മൂലം സന്ധികളിലും ചിലപ്പോൾ ആന്തരികാവയവങ്ങളിലും ഉണ്ടാകുന്ന കടുത്ത നീർക്കെട്ടാണിത്. സന്ധികളിൽ വിട്ടുമാറാത്ത ചൂടും വീക്കവും, രാത്രികാലങ്ങളിൽ വർദ്ധിക്കുന്ന വേദന, രക്തപരിശോധനയിൽ ഉയർന്ന ഇൻഫ്ലമേറ്ററി മാർക്കറുകളായ CRP, ESR എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിന് കൃത്യമായ ഇമ്മ്യൂണോ സപ്രസൻ മരുന്നുകളാണ് വേണ്ടത്, അല്ലാതെ വേദന സംഹാരികളല്ല. നേരത്തെ രോഗനിർണയത്തിൻ്റെ പ്രധാനം വേദന വരുമ്പോൾ സ്വയം ഗുളിക കഴിച്ച് രോഗത്തെ മൂടിവെക്കുന്ന ഭാവിയിൽ സന്ധികളുടെ ഘടന പൂർണ്ണമായി തകർക്കാനും വൈകല്യങ്ങളിലേക്ക് നയിക്കാനും കാരണമാകും. തുടക്കത്തിലെ കൃത്യമായ രക്തപരിശോധനകളായ റുമറ്റോയിഡ് ഫാക്ടർ, CCP, എക്സ്റേ എന്നിവയിലൂടെ സന്ധിവാതം ഏത് തരത്തിലുള്ളതാണെന്ന് കണ്ടെത്താൻ കഴിയും. സന്ധികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ രോഗം നിർണ്ണയിക്കാൻ സാധിച്ചാൽ കൃത്യമായ ചികിത്സയിലൂടെ രോഗത്തെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. വേദന സംഹാരികൾ താൽക്കാലിക ശമനം മാത്രമാണ് നൽകുന്നത്. ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് സന്ധിവാതത്തെ പ്രതിരോധിക്കാനുള്ള യഥാർത്ഥ മരുന്ന്. ശരീരഭാരം ഓരോ കിലോ കൂടുമ്പോഴും അത് കാൽമുട്ടുകളിലെ സന്ധികളിൽ ഏൽക്കുന്ന സമ്മർദ്ദം 4 ഇരട്ടിയാണ്. അതിനാൽ കൃത്യമായ ഭാരം നിലനിർത്തുക. സന്ധികൾക്ക് അമിത ആയാസം നൽകാത്ത നടത്തം, നീന്തൽ, സൈക്ലിംഗ് എന്നിവ ശീലമാക്കുക. ഇത് സന്ധികൾക്ക് ചുറ്റുമുള്ള പേശികളെ ശക്തമാക്കും. omega-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സംസ്കരിച്ച ഭക്ഷണങ്ങളും അമിത മധുരവും ഒഴിവാക്കുക. ഡോക്ടറുടെ കൃത്യമായ മേൽനോട്ടത്തിൽ മാത്രം സന്ധിവാതത്തിനുള്ള മരുന്നുകൾ കഴിക്കുക. സന്ധിവാതത്തിന് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ്. അതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോമിയോ ഡോക്ടറെയോ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയെയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും.